ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ വേകാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്തിരിക്കുക കേട്ടോ. ഇത് ഗ്രേവി എല്ലാം പറ്റി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഇവിടെ കുറച്ച് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ എണ്ണ എടുത്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുക. ഈ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ നമ്മളിതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തായാലും കുറച്ച് എണ്ണ കൂടെ ആഡ് ചെയ്യുക. ഈ വറുത്ത കോഴിയേൻ്റെ എണ്ണയുടെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് എണ്ണ വേണം. ഇതിനകത്ത് നമ്മൾ സവോള വഴറ്റുകയാണ്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ ഇറച്ചി കറി വെക്കാൻ വേണ്ടി പോവുക. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് എനിക്കിഷ്ടമാണ്. ഇറച്ചിക്കകത്ത് തേങ്ങാക്കൊത്ത് ഞാൻ ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം ഞാനതങ്ങ് നമ്മൾ നല്ലപോലെ വഴറ്റുക. നമ്മുടെ മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് നമ്മൾ ഇതെല്ലാം ഗ്രേവി ഉണ്ടാക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ്റെ പീസെല്ലാം കൂടെ എടുത്തിടാൻ പോവുക. ചിക്കൻ്റെ പീസ് എല്ലാം കൂടെ തട്ടി വെച്ച് ഈ ഗ്രേവിക്കകത്തല്ല. ഇപ്പോൾ നല്ല ഗ്രേവിയാണ് കേട്ടോ. എന്താ നല്ല കുറുകിയിരിക്കുന്ന ഗ്രേവി. അയ്യടാ മനമേ, നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ നമ്മൾ ഭക്ഷണം പാകത്തിൽ നല്ല ഗ്രേവിയാണ് കാണുമ്പോൾ അറിയാം. എന്താ അതിനകത്തോട്ട് ഇതിട്ടേ ഒരു കയ്യിൽ മൊബൈലാണ് കേട്ടോ. അത് കാരണം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഉണ്ടാക്കി കാണിക്കണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ സാഹചര്യം ഇതാണ്. നമ്മളൊരു മൊബൈലിൻ്റെ പരിധിയിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ. ആഹാ, നല്ല അടിപൊളി ഗ്രേവി. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നല്ല അടിപൊളി ഗ്രേവി അല്ലേ? നോക്കിയാൽ നല്ല അടിപൊളി ഗ്രേവി അല്ലേ? ആഹാ, ഇത് കറിയായിട്ട് വരുമ്പോൾ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ? ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ വഴറ്റിയിട്ടുണ്ട്. സവോളയും പച്ചമുളകും ഇഞ്ചിയും അത് ഇളക്കിക്കൊടുത്തേ. അപ്പം തിളപ്പിക്കാതെ തീ കുറച്ച് വെക്കണം. നല്ല അടിപൊളി ഗ്രേവി അല്ലേ എന്നൊക്കെ കേട്ടോ. ആഹാ, അടിപൊളി. ആഹാ, നല്ല ചിക്കൻ കറിയാണിത്. നല്ല സൂപ്പർ ചിക്കൻ കറി, നല്ല വേവിച്ച് വെച്ച ചിക്കൻ കറി. ഇനിയിപ്പോൾ നല്ല പോലെ ഇനി തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് ചിക്കൻ ഈ കടലിൽ പോലെ ഉണ്ടാക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് നല്ല കുറുകെ ഇരിക്കണം. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല തോണ്ടി തിരുന്ന പോലെ ഇരിക്കണം. എന്നിട്ട് ഇതിപ്പം വേവിച്ച് വെച്ചതായതുകൊണ്ട് നമ്മൾ ഒരു ഒറ്റ ആവിയാണ് കൊടുത്താൽ മതി. ശകലം എടുത്തുകൊണ്ട് അതിനകത്ത് ശകലം നല്ലപോലെ തിളക്കി കേട്ടോ. നല്ലപോലെ തിളച്ച് ഇങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ റെഡിയാക്കണം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആദ്യമേ റെഡിയായി ഇരിപ്പുണ്ട്. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുക കേട്ടോ, പിള്ളേർക്ക് കറുമുറ കടിച്ച് തിന്നാൻ വേണ്ടി കേട്ടോ. അപ്പം അതുപോലെ ഉണ്ടാവും ചിക്കൻ കറി റെഡി. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും നമ്മുടെ ചിക്കൻ ഫ്രൈയും കറി. അപ്പോൾ ഇവിടെ തുളസി എവിടെ നമുക്ക് മോര് കാച്ചുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഭക്ഷണം നമുക്ക് ചിക്കൻ കറിയും മോര് കറിയും ചിക്കൻ ഫ്രൈയുമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം